ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. ആ കഥയുണ്ടോ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. എന്ത് വിധി ഇത്? അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നും അല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും വല്ലാത്ത ചതി ഇത്. എനിക്ക് ശരിക്കും കൃത്യമായി ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടി ഇത്. ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണല്ലോ. അതെ, രാഹുൽ എനിക്ക് ആദ്യമായി വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. അതന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അതിനകത്ത് ഇഷ്ടല്ലേ ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത അതാണ്. ചിന്ത ആർക്കും ഇഷ്ടം. എനിക്ക് വയ്യ. എന്റെ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. ഹലോ, ഞാൻ മുകേഷ് രാധാമാധവ്. ഇത് കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ജെറോമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന്. ഇവിടെ ഈ ഇന്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ചിന്താ ജെറോം പറയുന്നത്. നമുക്കറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, അതും ചിന്താ ജെറോമിനോട്. കാരണം രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണ്, രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് ജനങ്ങൾ ആരും അറിയാത്ത ഒരു ലൈഫ് അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർ പരസ്പരം വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും ആശയങ്ങളോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അവർക്ക് വൈരാഗ്യമില്ല എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനൊരു പരിപാടി ഡോക്ടർ അരുണിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ചിന്താ ജെറോമിനോട് എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞെന്ന് കൂടെ നമുക്ക് കേട്ടു നോക്കാം. ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നും അല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും എനിക്ക് കൃത്യമായി. അല്ല, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനേ തീർപ്പാക്കും. അവിടെ രാഹുൽ മാങ്കൂട്ടൻ തേഞ്ഞ് ആപത്തമിരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. അല്ല, അതിനകത്ത് ഈ നമ്മൾ ഈ ട്രോള് ഇപ്പൊ ഈ നമ്മുടെ ഈ ICU ട്രോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറെ വർഷമായി. അപ്പം 2016 തോന്നുന്നു, 17 എന്തോ ഓർത്ത് വെച്ചേക്കാം. പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന കാര്യം എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. അപ്പൊ ചിന്താ ജെറോം പറയുന്നത് തനിക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പ്രപ്പോസലുകൾ വരാറുണ്ട്, ആ ഡേറ്റ് എല്ലാം താൻ ഓർത്തു വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിധിയെ. പക്ഷെ ഒരു കാര്യം എടുത്ത് പറയാം, ആ ഡേറ്റ് കറക്റ്റായിട്ട് ചിന്താ ജെറോം ഓർത്ത് വെച്ചിട്ടുണ്ട്. 200 പേജ് ബുക്ക് വെച്ചിട്ടുണ്ട്. 200 പേജിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ? അവിടെ ആരോ നല്ലതായിട്ടിരുന്ന് കൂടിയിട്ട് പണിയുന്നുണ്ട്. ചേട്ടാ അതെല്ലാം 4 തീരുമാനാക്കിയല്ലോ. അല്ല അരുണേ, ചിന്തയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ ആ ഫ്ലോറിൽ വെച്ച് തന്നെ ചിലപ്പം അവരുടെ മാരേജ് തന്നെ നടത്തി കൊടുക്കും. അതാണ് നമ്മുടെ അരുൺകുമാറിന്റെ ഒരു രീതി. അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം എവിടുത്തെയാണെന്ന് ഓർക്കുന്നില്ല, ഒരു പ്രസംഗം ഞാൻ തുറന്നു പറയട്ടെ. ആ സംഭവം അത് ചിന്ത എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ചിന്ത അറിയാതെ ചിന്തയുടെ ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചിന്തയുടെ വീട്ടുകാരൊപ്പിച്ചു. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചിന്തയുടെ വീട്ടുകാരോന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ്. പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട് അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല. അപ്പൊ പിന്നെ വലിയ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ചിന്തയുടെ പ്രപ്പോസലിൽ ഏതോ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ വീട്ടുകാര് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താൻ ട്രോൾ രൂപത്തിൽ ഇഷ്ടം പറഞ്ഞതെന്നും പറയുന്നു. അല്ല, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാനുള്ളത്, ചിന്ത മാത്രമല്ലല്ലോ പ്രപ്പോസലുമായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇടാറുള്ളത്, പലരും ഇടാറില്ലേ? ചിന്തയെപ്പോലെ പലരും. എന്തുകൊണ്ട് ചിന്തയെ മാത്രം ട്രോളാക്കി പ്രപ്പോസ് ചെയ്തു? ഇതിൽ ചിന്തയെ മാത്രം പ്രപ്പോസ് ചെയ്തതിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ചുമ്മാ അല്ല ചിന്ത പറഞ്ഞത് രാഹുൽ സീരിയസ് ആയിരുന്നു എന്ന്.
രാഹുൽ മാങ്കൂട്ടത്തിൽ സീരിയസ് ആയതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല. പ്രണയം ആർക്കും തോന്നാം, എപ്പോഴും തോന്നാം, എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ചും തോന്നാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രണയം ഉണ്ടെങ്കിൽ അതൊരു തെറ്റേ അല്ല. രാഹുലിന്റെ അന്നത്തെ 2017 പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോഴും ചിന്ത മനസ്സിൽ വെച്ചേക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. വീട്ടുകാരെ എങ്ങനെ ഇപ്പൊ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച്? ആ, അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്. അല്ല, ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടിയിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് തീരുമാനിച്ചാലോ? അപ്പൊ അതാ ഞാൻ ആലോചിച്ചത്, എന്തിനാ ഇത്ര സമയം എടുക്കുന്നത് അല്ലേ? എന്തിന്? ഒന്നാന്തരം അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ തീരുമാനമായാലോ? അമ്മയും വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അറിയട്ടെ, ഇത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് വലയമാണ്. എന്താ തീരുമാനം? അല്ല, പ്രേക്ഷകർക്ക് അറിയണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരുൺകുമാർ അതിന് റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ചിന്തയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അരുൺകുമാർ കല്യാണം വരെ നടത്തി കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അരുൺകുമാർ നിൽക്കുന്നത്. എന്തായാലും ചിന്താ ജെറോം എന്താണ് പറഞ്ഞും കൂടെ നമുക്ക് നോക്കിക്കളയാം. അല്ല, പ്രേക്ഷകർക്ക് അറിയണം, ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുലിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. അല്ല, ഇതിലൊരു തേപ്പ് മണക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ തേപ്പായിട്ട് പറയാൻ ഒക്കത്തില്ല, കാരണം ചിന്ത ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, വ്യത്യസ്തമാണ്. പ്രണയത്തിനൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. രണ്ട് ഒരു കാര്യം ചെയ്യാം. പക്ഷേ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അവരുടെ കല്യാണമൊക്കെ കർണാടക നടത്താം. അരുണേ ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യയശാസ്ത്രപരമായിട്ട് നോയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രത്യയശാസ്ത്രപരമായ നോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് ആ നോ പറഞ്ഞതെന്നും കൂടെ ഓർക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ വിഷമം. ഇതൊരു കോമഡിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമഡിയായിട്ട് മാത്രം കണ്ടാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ടിഫിന്റെ കാര്യത്തിലോ നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ 1 ഡസൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് രണ്ട് പ്രശ്നങ്ങൾ. 2 പ്രയാസങ്ങളാണ് ഉള്ളത്. ഒന്ന് എനിക്കൊരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. ഇതിലും വലിയൊരു മറുപടി കൊടുക്കാൻ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ, ചേച്ചി എന്റെ രണ്ടാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കേൾക്കട്ടെ. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അത് കറക്റ്റ് പോയിന്റാ. അപ്പൊ രാഹുൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അത് നടക്കത്തില്ല. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇവർ ആശയപരമായിട്ട് മാത്രമാണ് എതിർപ്പുള്ളതും, അല്ലാത്ത പക്ഷം ഇവർ സൗഹൃദത്തിലാണ്, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പിലുമാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെ ആവണം, അതാണ് വേണ്ടത്. ആശയപരമായിട്ട് മാത്രമേ നമുക്ക് എതിർപ്പുണ്ടാകാവൂ. അല്ലാത്ത പക്ഷം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതി തന്നെയാണ്. എന്തായാലും അരുൺകുമാർ സംഘടിപ്പിച്ച ഈ പരിപാടി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് നല്ല നല്ല വാർത്തകൾ കൊണ്ടുവരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതിയാകും. നാളെ ഇവർ എതിർത്തിന്ന് സംസാരിക്കുമ്പോൾ ഇക്കാര്യം ഓർത്ത് ആരും ട്രോളാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് അവരുടെ പേഴ്സണൽ മാറ്ററാണ്, അവർ പരസ്യമാക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതും അവർക്കിടയിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ചില രഹസ്യങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.